ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിലെ വിശ്വസ്തമായ മിൽമയിലേക്ക്. അതായത് നമുക്കറിയാം, കേരളത്തിൽ മിൽമ എന്ന് പറയുന്നത് എല്ലാ മലയാളികളുടെയും ജീവിതത്തിൽ അനിവാര്യമായി കടന്നു വരുന്ന ഒരു ഘടകമാണ്. ആ മിൽമയിലേക്ക് ഉള്ള റിക്രൂട്ട്മെന്റിന്റെ വിശദ വിവരങ്ങളുമായിട്ടാണ്. ഈ മിൽമയിലേക്ക് ഇന്ന് നമ്മൾ പറയുന്ന റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി യോഗ്യത ഇല്ലാത്തവർക്ക്, ഡിഗ്രിക്ക് താഴെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയാണ്. മിൽമയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള മിൽമയും ഒപ്പം തന്നെ മലബാർ ആസ്ഥാനമായിട്ടുള്ള മിൽമയും. അങ്ങനെ രണ്ടിലേക്കും രണ്ട് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷനുകളായിട്ടാണ് മിൽമ ഇത്തവണ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമുക്കങ്ങനെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് തിരുവനന്തപുരം റീജിയനിലേക്കാണ്, അതായത് തിരുവനന്തപുരം ബേസ് ആയിട്ടുള്ള സ്ഥാപനത്തിലേക്കുള്ള വേക്കൻസികളാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 1 എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിന് 28,660 രൂപയിൽ തുടങ്ങി 71,060 രൂപയിൽ അവസാനിക്കുന്ന സാലറിയാണ്. ഇതിന് അടിസ്ഥാന യോഗ്യത SSLC ഉണ്ടായിരിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് 5 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. SSLC പാസ്സായിരിക്കണം എന്നുള്ളതും കമ്പൽസറി ആണ്. അത് പാസ്സായ ശേഷം നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അത് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ഉണ്ടായിരിക്കണം, ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെ ഉണ്ടായിരിക്കണം. ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ബാഡ്ജ് കൂടി ഉണ്ടാകും. അപ്പം ഇത്രയും യോഗ്യതകളാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അത് നിങ്ങൾ ഈ ലൈസൻസ് നേടിയിരിക്കേണ്ടത് ഈ നോട്ടിഫിക്കേഷൻ വന്ന് 3 വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ ആഴ്ചയോ അല്ലെങ്കിൽ കഴിഞ്ഞ ഈ മാസമോ അല്ലെങ്കിൽ ഈ വർഷമോ നിങ്ങൾക്ക് ഈ ലൈസൻസുകൾ കരസ്ഥമാക്കിയിട്ട് കാര്യമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ലൈസൻസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട്, അതായത് പുതുക്കിയതല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് 3 വർഷമെങ്കിലും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അടുത്തത് പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ്. ഈ കാറ്റഗറി 14A എന്ന നമ്പറിലാണ്. ഇതിൽ സാലറി വരുന്നത് 23,000 രൂപയിൽ തുടങ്ങി 56,240 അവസാനിക്കുന്നതാണ് സാലറി. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി 93 ആണ്. ജനറൽ 77 വേക്കൻസികളും SC/ST 11 വേക്കൻസികളുമാണ്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിനായിട്ട് 5 വേക്കൻസികളും മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ SSLC പാസ്സായിരിക്കണം, ഇല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനിയും ഇതിനകത്ത് എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഇനിയും ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് എന്താണ്? യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അടുത്ത പോസ്റ്റിലേക്ക് പോകാം. അടുത്തത് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസറാണ്. ഇതൊരു ഓഫീസർ പോസ്റ്റ് തന്നെയാണ്. 50,320 തുടങ്ങി 1,15,060 അവസാനിക്കുന്ന പോസ്റ്റാണ്. ഇത് ഒരു ഗ്രാജുവേറ്റ് പോസ്റ്റാണ്. മാത്രവുമല്ല ഒരു സ്പെഷ്യലിസ്റ്റ് പോസ്റ്റാണ്. നമുക്കറിയാം വെറ്റിനറി ഡോക്ടറിൻ്റെ പോസ്റ്റിലേക്കാണ്. ഇതിൻ്റെ വേക്കൻസി 4 എണ്ണമാണുള്ളത്. ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് ആണ് ഇവിടുത്തെ യോഗ്യത. 1 വർഷത്തെ ഫീൽഡ് എക്സ്പീരിയൻസ് ആനിമൽ ഹസ്ബൻഡറി ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് ചോദിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്ഥാപനത്തിലാവണം എന്നൊന്നും നിർബന്ധമില്ല. ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. ഇപ്പം ഏതെങ്കിലും പ്രൈവറ്റ് വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കോൺട്രാക്ട് ബേസിലോ ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ഇവിടെ കാണിക്കാവുന്നതാണ്. അടുത്തായിട്ട് ജൂനിയർ അസിസ്റ്റന്റ് ആണ്. കാറ്റഗറി നമ്പർ 11G എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. 29,490 തുടങ്ങി 85,160 അവസാനിക്കുന്നതാണ് സാലറി സ്കെയിൽ. 12 വേക്കൻസികളാണ്. ജനറൽ 9 വേക്കൻസിയും SC/ST 1 ഹാൻഡിക്യാപ്ഡ് 2 വേക്കൻസികൾ. ഇത് ഫസ്റ്റ് ക്ലാസ് BCom ഡിഗ്രിയാണ് ഇതിന് ഉണ്ടായിരിക്കേണ്ടത്. റെഗുലർ മോഡലായിരിക്കണം. മിനിമം 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനിയും അതുപോലെ അപ്പിക്കോ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലുമാണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് ക്ലറിക്കൽ കേഡറിൽ ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് ആണ്. കാറ്റഗറി 11I എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതിൽ 29,490 തുടങ്ങി 85,160 സാലറി അവസാനിക്കുന്നതാണ്. ഇതിന് 3 വേക്കൻസികളുള്ളത്. ജനറലാണ് 3 വേക്കൻസികളും. ഇവിടെ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ് പറയുന്നത്. അത് റെഗുലർ മോഡിലായിരിക്കണം. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് മാർക്കറ്റിംഗ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ഏതെങ്കിലും റെപ്യൂട്ടഡ് ഫേമിലായിരിക്കണം.
ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മലബാർ മിൽമയാണ്. മലബാർ മിൽമയിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആ പോസ്റ്റിൻ്റെ യോഗ്യതകൾക്ക് എവിടെയും മാറ്റമില്ലാത്തതുകൊണ്ട് യോഗ്യത നമ്മൾ പറയുന്നില്ല. പോസ്റ്റുകളുടെ എണ്ണം പ്ലാന്റ് അസിസ്റ്റൻ്റ് ആണ്, അത് 47 എണ്ണമാണുള്ളത്. അത് ജനറൽ 39, SC/ST 4, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 4. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ രണ്ടിടത്തും സാലറിയും യോഗ്യതകളും ഒക്കെ തുല്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഏത് മിൽമയാണ് സ്യൂട്ടബിൾ എന്ന് നോക്കി അത് അപ്ലൈ ചെയ്യുക. വേണമെങ്കിൽ രണ്ടിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് മാർക്കറ്റിംഗ് ഓർഗനൈസർ ആണ്. മാർക്കറ്റിംഗ് ഓർഗനൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഇൻ ഡിസിപ്ലിൻ ഒരു യോഗ്യതയാണ്. 2 MBA ഉണ്ടായിരിക്കണം, അത് മാർക്കറ്റിംഗിൽ സ്പെഷ്യലൈസ് ചെയ്തതായിരിക്കണം. ഇതിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 34,640 രൂപയിൽ തുടങ്ങി 93,760 അവസാനിക്കുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 2 വർഷത്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കണം. അതിൽ തന്നെ FMCGകൾക്ക് കൂടുതൽ മുൻഗണന ലഭിക്കുന്നതാണ്. ഇവിടെയും അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നുണ്ട്. യോഗ്യത നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഒരേ ഒരു വേക്കൻസിയെ മലബാറിലുള്ളത്. അടുത്തത് ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നതാണ്. 11G ആണ് പോസ്റ്റ്. 29,490 തുടങ്ങി 85,160 അവസാനിക്കുന്ന 24 വേക്കൻസി ഉള്ള പോസ്റ്റാണ്. ജനറൽ 21, SC/ST 2, ഹാൻഡിക്യാപ്ഡ് 1 വേക്കൻസികൾ. ഫസ്റ്റ് ക്ലാസ് BCom ഡിഗ്രി തന്നെയാണ് ഇവിടുത്തെയും യോഗ്യത. അടുത്തത് ജൂനിയർ സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ജൂനിയർ സൂപ്പർവൈസർ പോസ്റ്റുകളുടെ എണ്ണം 10 എണ്ണമാണ്. ജനറൽ 9, SC 1, അങ്ങനെ മൊത്തം 10 വേക്കൻസിയാണ്. ഇവിടെ ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് HDC, ഫസ്റ്റ് ക്ലാസ് BCom ഡിഗ്രി, BSc ബാങ്കിങ് കോർപ്പറേഷൻ ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. അടുത്തത് മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് ആണ്. കാറ്റഗറി നമ്പർ 11I എന്ന് പറയുന്നതാണ്. 29,490 തുടങ്ങി 85,160 അവസാനിക്കുന്നതാണ്. ഇതിൻ്റെ പോസ്റ്റ് ഒരെണ്ണം മാത്രമാണ്. ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിൻ ത്രൂ റെഗുലർ മോഡ് ആയിരിക്കണം. മിനിമം 2 year എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് ഫംഗ്ഷൻസ് ഇൻ റെപ്യൂട്ടഡ് ഫേം എന്ന് വ്യക്തമായിട്ട് പറയും. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പറ്റുന്നതാണ്. ഈ ഒരു പ്രായം കണക്കാക്കുന്നത് 1/1/2025 അടിസ്ഥാനമാക്കിയായിരിക്കും. അതായത് 2/1/1985 മുതൽ 1/1/2007 വരെയുള്ള വർഷത്തിൽ ജനിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. മാത്രമല്ല ഇതിന് നിയമപരമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. OBC SC/ST വിഭാഗങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. ഇനി മെത്തേഡ് ഓഫ് സെലക്ഷൻ ആണ്. ഇത് പ്രധാനമായിട്ടും സെലക്ഷൻ വിവിധ ഘട്ടങ്ങളുണ്ട്. ഇത് എല്ലാ എക്സാമുകൾക്കും ബാധകമല്ല. റിട്ടേൺ എക്സാമിനേഷനും ശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെയുള്ള പല ടെസ്റ്റുകളും ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ നോൺ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് ഇതുണ്ടാവണമെന്നില്ല. എന്നാൽ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് ഇവയിൽ പലതും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാകുമെന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇനി ഇതിലെ ഫീസുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ ഒരു പോസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ വെറ്റിനറി ഡോക്ടർക്ക് മാത്രമാണ് 1000 രൂപ ഫീസായി വരുന്നത്. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും അതിൽ ഡിഗ്രി യോഗ്യതയായിട്ട് വരുന്ന പോസ്റ്റുകൾക്ക് 700 രൂപയും എന്നാൽ നോൺ ഡിഗ്രി പോസ്റ്റുകൾക്ക് 500 രൂപയുമാണ് ഫീസ്. SC/ST കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഈ പറഞ്ഞ ഫീസിന്റെ നേർപകുതിയായിരിക്കും ഫീസായി അടയ്ക്കേണ്ടി വരിക. ഇനിയും ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് മുതൽ കൊടുക്കാമെന്നുള്ളതാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഇത് കൊടുക്കുവാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ 27/11/2025 5 മണി വരെയാണ്. ഇത് അപേക്ഷിക്കുവാൻ 2 സൈറ്റുകൾ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. മലബാറിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് MilmaMilma.com വഴിയും. ഇനി തിരുവനന്തപുരത്തേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടതെങ്കിൽ www.mrcmbu.com എന്ന സൈറ്റ് വഴിയുമാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഈ 2 പോസ്റ്റിലേക്കും അപേക്ഷിക്കുവാനുള്ളതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് അത് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പോസ്റ്റിന് വേണ്ടി തയ്യാറെടുത്ത് മുമ്പോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നൊരു നല്ല തസ്തിക തന്നെയാണ്. മിൽമ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളൊരു സഹകരണ സ്ഥാപനം കൂടിയാണ്. അപ്പോൾ ഇവിടെയും ഒരു കരിയർ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഈ കോഴ്സുകളെ പറ്റിയും കൂടുതൽ വിശദ വിവരങ്ങളും അറിയണമെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതോ അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.